ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ ഇതൊരു ഫുഡ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ടെക്സസിലെ 5 ഒത്തൻറ്റിക് ഫുഡിനെ പറ്റിയാണ്. അപ്പം നമ്മൾ പുതിയതായിട്ട് ഏതൊരു സ്ഥലത്ത് ചെന്നാൽ നമ്മൾ ഫസ്റ്റ് അവിടുത്തെ മെയിൻ ഫുഡ് എന്തൊക്കെയാണ് അത് നമ്മൾ അറ്റ്ലീസ്റ്റ് ടേസ്റ്റ് ചെയ്യുക, ട്രൈ ചെയ്യുകയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടെക്സസിലെ 5 ഒത്തൻറ്റിക് ഫുഡ് എന്തൊക്കെയാണ്, ഇവർ മെയിൻലി കഴിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ടെക്സസിനെ പറ്റി പറയുകയാണെങ്കിൽ ടെക്സസ് US-ലെ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ്. പോപ്പുലേഷൻ വൈസ് നോക്കിയാലും ലാൻഡ് വൈസ് നോക്കിയാലും സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ് ടെക്സസ്. അപ്പോൾ ഞാൻ ടെക്സസിലെ മെയിൻ ഒരു സിറ്റി ഡാലസിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഏറ്റവും ഈ 5 ഒത്തൻറ്റിക് ഫുഡ് എൻ്റെ ചുറ്റും ഏത് റെസ്റ്റോറൻറ്റ്സിലാണ് ബെസ്റ്റായിട്ട് കിട്ടുക എന്നുള്ള അന്വേഷിച്ചിട്ട് ആ റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ടെക്സസ് എന്ന് പറയുന്നത് ഈ കാറ്റിൽ ഫാം ഒക്കെ ഒത്തിരി ഉള്ളൊരു സ്റ്റേറ്റ് ആണ്. ബീഫിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്, ബീഫ് ബ്രിസ്ക്കറ്റ്. ബ്രിസ്ക്കറ്റ് എന്ന് പറയുന്നത് സ്മോക്കറിൽ ഒരു ഓൾമോസ്റ്റ് 20 hours കണ്ടിന്യൂസ് ആയിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു ഫുഡാണ്. അപ്പം അത് ഈ ബ്രിസ്ക്കറ്റ് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. പ്ലേസ് എന്ന് പറയുന്നത് ഈ ഡാലസ് ഡൗൺ ടൗണിൽ ഡീപ്പ് എലം എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം സ്റ്റോറിൻ്റെ പേര് പെക്കൻ ലോഡ്ജ്. അതൊരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. ഈ ബീഫ് ബ്രിസ്ക്കറ്റ് ആൻഡ് ബാർബിക്യൂ ഫുഡൊക്കെ കിട്ടുന്ന ഒരു ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻറ്റിൽ നമുക്കിപ്പോൾ ഫുഡ് കിട്ടണമെങ്കിൽ നോർമലി 1 hour വെയിറ്റ് ചെയ്യേണ്ട ഒരു ഇതായിരുന്നു. പക്ഷേ ഇപ്പം കോവിഡൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര അത്രയ്ക്കുള്ള റഷൊന്നുമില്ല. അതുപോലെ ഇവർ ഡൈനിൻ അകത്ത് റെസ്റ്റോറൻറ്റിനകത്ത് ഇവർ അലൗ ചെയ്യുന്നില്ല. ഇപ്പോൾ പുറത്ത് പാറ്റോയിൽ മാത്രമേ ഇവിടെ ടേബിൾസ് ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് കഴിക്കുന്നത്. അപ്പം ഇതാണ് സാധനം നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഐറ്റം. ഇതിൽ ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു ബീഫ് ബ്രിസ്ക്കറ്റും പിന്നെ പോർക്ക് റിബ്സും പുൾഡ് പോർക്കും. അപ്പം ഇത്ര ഐറ്റംസ് ആണ് നമ്മളിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടെ മാക്ക് ആൻഡ് ചീസ് ഉണ്ട്. ഇവരിപ്പം ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് മാത്രമേ ഇവിടെ സെർവ് ചെയ്യുന്നുള്ളൂ കോവിഡ് ആയതുകൊണ്ട്. അപ്പം ഇതൊക്കെയാണ് ഐറ്റംസ്. ബീഫ് ബ്രിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്മോക്കറിൽ ഓൾമോസ്റ്റ് 20 hours സ്ലോ കുക്ക് ചെയ്ത് കിട്ടുന്ന ഒരു സാധനമാണിത്. അപ്പം ഇവർ ഇന്ന് സെർവ് ചെയ്യുന്ന ഈ ബ്രിസ്ക്കറ്റൊക്കെ തലേ ദിവസമേ ഇവിടെ നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇവിടെ കുറേ സ്മോക്കേഴ്സ് അകത്തിരിപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് ഫുൾ ഈ ബീഫ് ബ്രിസ്ക്കറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു തലേദിവസമേ ഇട്ട് വയ്ക്കുന്ന ഈ സാധനമാണ് നമുക്ക് നെക്സ്റ്റ് ഡേ ഇവർ സെർവ് ചെയ്യുന്നത്. 20 hours അറ്റ്ലീസ്റ്റ് ഇത് കുക്ക് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അപ്പം നോർമലി ബീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഭയങ്കര കട്ടിയുള്ള മീറ്റ് ആയിരിക്കുമല്ലേ. പക്ഷേ ഈ ബ്രിസ്ക്കറ്റ് എന്ന് പറയുന്നത് അത്രയ്ക്ക് സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആയിട്ടുള്ളൊരു മീറ്റാണ്. അതിന് ഇത് 20 hours ആണ് ഇത് സ്ലോ കുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ കഴിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കട്ട് ചെയ്യുമ്പോൾ അത്രയ്ക്ക് സോഫ്റ്റാണ് സാധനം, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ പോർക്ക് റിബ്സ് ആയാലും പുൾ പോർക്ക് ആയാലും എല്ലാം നല്ല ടേസ്റ്റിയായിരുന്നു. ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല, പക്ഷെ ഒരു കിടിലായിട്ടായിരുന്നു.
അടുത്ത ഡിഷ് ചിക്കൻ ഫ്രൈഡ് സ്റ്റേക്ക്. പേരിൽ ചിക്കൻ ഉണ്ടെങ്കിലും ഈ ഡിഷിൽ ചിക്കൻ ഇല്ല. ഇതും ഒരു ബീഫ് റെസിപ്പി തന്നെയാണ്. ഈ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒരു തിക്ക് ഫ്ലവർ കോട്ടിംഗ് കൊണ്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അതാണ് ഈ പേര് വരാൻ കാരണം. ഇത് ഞാൻ ട്രൈ ചെയ്തത് ഒസോണ ഗ്രിൽ ആൻഡ് ബാർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങളുടെ സ്റ്റേ ചെയ്യുന്നതിന് കുറച്ച് അടുത്ത് തന്നെയാണ്. നല്ലൊരു ആംബിയൻസ് ആണ്. ഇതിനകത്ത് നോക്കിയാൽ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണിത്. അപ്പം ഇവിടെ ഫസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തൊരു കോക്ടെയിലാണ്, അത് കൊറോണറീറ്റ. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇതൊരു മിക്സാണ്. അപ്പം ഫസ്റ്റ് ഈ ഗ്ലാസ്സാണ് മാർഗരീറ്റ ഗ്ലാസ്. അപ്പം അതിൻ്റെ റിമ്മിൽ ഇങ്ങനെ സോൾട്ട് റിമ്മ് ചെയ്തിട്ട് അതിനകത്ത് കമ്പൈൻ ചെയ്തിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ടെക്കീല ഉണ്ട്, ട്രിപ്പിൾ സെക്ക് ഉണ്ട്. ട്രിപ്പിൾ സെക്ക് എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് ഫ്ലേവേർഡ് ഒരു സ്വീറ്റ് ലിക്വറാണ്. അപ്പം അത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാർഗരീറ്റ മിക്സ്, അതൊരു ഐസിട്ട് ഫുൾ ഒരു ഷേക്കറിലിട്ട് ഷേക്ക് ചെയ്തിട്ട് അത് ഈ ഗ്ലാസ്സിലേക്ക് സ്ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ കൊറോണറീറ്റ അതൊരു ബിയർ ബോട്ടിലാണ്. ആ ബോട്ടിൽ അപ്സൈഡ് ഡൗൺ ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ച് അതിങ്ങനെ സ്ലോലി ബിയർ ഇതിലേക്ക് മിക്സ് ആവുന്ന, അപ്പോൾ അതാണ് കൊറോണറീറ്റ. അതാണ് ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത്. പിന്നെ മെയിൻ ഡിഷ് ചിക്കൻ ഫ്രൈഡ് സ്റ്റേക്ക്, അതിൻ്റെ കൂടെ മാക്ക് ആൻഡ് ചീസ് ഫ്രൈസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ മേലെ ഒഴിച്ചിരിക്കുന്ന ഗ്രേവി എന്ന് പറയുന്നത് ഈ ചിക്കൻ ഫ്രൈഡ് സ്റ്റേക്കിൻ്റെ കൂടെ വരുന്നൊരു ഗ്രേവിയാണ്. അതൊരു മിക്സ്ചറാണ്. ഓൾ പർപ്പസ് ഫ്ലവർ, പിന്നെ മിൽക്ക്, വിപ്പിംഗ് ക്രീം, പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ ടേസ്റ്റിന് അതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഗ്രേവിയാണത്. അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട്, നല്ലൊരു ടേസ്റ്റി ആയിട്ടാണ്. ഇവിടെ ടെക്സൻസിൻ്റെ ഏറ്റവും ബെസ്റ്റും ഏറ്റവും ഫേവറേറ്റും ആയിട്ട് ഒത്തിരി കിട്ടുന്ന ഒരു സാധനമാണ് ബർഗർ, എസ്പെഷ്യലി ബീഫ് ബർഗേഴ്സ്. അപ്പം ഇവിടുത്തെ ഏറ്റവും ഒരു ബെസ്റ്റ് റെസ്റ്റോറൻറ്റിലുള്ള ബീഫ് ബർഗറാണ് ഞങ്ങൾ നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ റോഡിയോ ഗോട്ട് എന്നൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഈ പോകുന്നത്. അപ്പം ഈ ടെക്സസിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ബർഗേഴ്സ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഈ റോഡിയോ ഗോട്ട്. അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. ഇവിടെ ഡൈനിങ് അലൗഡ് ആണ്, പക്ഷെ അധികം ആരും അകത്ത് ഡൈനിങ് ചെയ്യുന്നില്ല. ബാക്കിൽ പാറ്റിയോ സ്പേസ് വളരെ വലുതാണ്, അതുകൊണ്ട് തന്നെ സോഷ്യലി ഡിസ്റ്റൻസ് ചെയ്തിരിക്കാൻ ഒത്തിരി സ്ഥലമുണ്ട്. ഓർഡർ എടുക്കാൻ വന്ന ലേഡിയോട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളിതുപോലെ യൂട്യൂബിലൊരു വീഡിയോ ചെയ്യാനാണ്, അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ബർഗറും അവിടെ എന്താ കിട്ടുകയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്ത ഒരു ബർഗറും ഫ്രൈസുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ബെവറേജസിൽ ഒരു ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ബ്ലഡി മേരി ഒരു കോക്ടെയിലാണ്.
അത് വോഡ്കയും പിന്നെ ടൊമാറ്റോ ജ്യൂസ് പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ കൂടെ മിക്സ് ചെയ്തൊരു കോക്ടെയിലാണ് ബ്ലഡി മേരി. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ബീഫ് ബർഗറിൻ്റെ പേര് ചാക്ക വഹാക്ക. അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിൽ ബീഫ് ആൻഡ് കൊറീസോ പാറ്റി. കൊറീസോ എന്ന് പറഞ്ഞാൽ പോർക്കുണ്ട്, പോർക്കിൻ്റെ ഒരു തരം സോസേജാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഉള്ളൊരു പാറ്റിയാണ് ബർഗറിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ഡബിൾ പാറ്റി ഓർഡർ ചെയ്തു. അപ്പോൾ കുറച്ച് 2 പേർക്ക് കൂടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് 2 ഓർഡർ, അങ്ങനെ ഡബിൾ പാറ്റിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതിൽ അവക്കാഡോ സ്പ്രെഡ് ഉണ്ട്, പിന്നെ പേരറിയാത്ത എന്തോ സാധനമുണ്ട്, പിന്നെ ഫ്രൈഡ് എഗ്, പിന്നെ മയോ, അങ്ങനെ കുറേ സാധനം. ഇത്രയൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു ബർഗറാണ് ഓർഡർ ചെയ്തത്. പിന്നെ ചീസ് ഫ്രൈസ് സർപ്രൈസ്, അത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അത് സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിൽ ബേക്കൺ ഇട്ടിട്ടുണ്ട്. പിന്നെ അലപ്പീനോ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഗ്രീൻ ചില്ലി മുളകിനെയാണ് പറയുന്നത്. അത് കുറച്ച് വലിയ മുളകാണ്. അതൊക്കെ മിക്സ് ചെയ്ത ഒരു ചീസൊക്കെ ആഡ് ചെയ്ത ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അത് ഭയങ്കര ഹെവിയാണ് അത് സാധനം. അങ്ങനെ ഇത് ഓർഡർ ചെയ്ത് തികയില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഞങ്ങൾക്ക് ഈ 2 പേരും കൂടി ഒരു ബർഗർ മാത്രമേ കഴിച്ചുള്ളൂ. ബാക്കി ഫ്രൈസ് ഫുൾ ഞങ്ങൾ ടുഗോ എടുത്തു, അതായത് പാഴ്സൽ ചെയ്തു. കഴിക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് ഹെവി ആയിരുന്നു, ഫുള്ളായിരുന്നു, സംഭവം കിടുമായിരുന്നു, നല്ല ടേസ്റ്റി സാധനം. അങ്ങനെ അതും അവസാനിച്ചു. അപ്പോൾ അടുത്ത് പോകുന്ന സ്ഥലമാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. കഴിക്കാൻ പോകുന്നത് ടാക്കോസ് എന്ന് പറയുന്നത് ഇത് ടെക്സസിൻ്റെ ഒത്തൻറ്റിക് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് ഒറിജിൻ മെക്സിക്കോ ആണ്. പിന്നെ ടെക്സസും മെക്സിക്കോയും വളരെ ചേർന്ന് കിടക്കുന്നത് കൊണ്ട് അത് എളുപ്പം ചാടി ടെക്സസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ടാക്കോസ്, നോർമൽ ടാക്കോസ്, അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ടാക്കോസ് നമുക്ക് കിട്ടാനുണ്ട്. ഞങ്ങൾ പോയ റെസ്റ്റോറൻറ്റ് വെൽവെറ്റ് ടാക്കോ, അത് എൻ്റെ കോളേജിലേക്ക് പോകുന്ന വഴിയാണ്, ഞങ്ങൾ സ്ഥിരം പോകുന്നതാണ്. ഇപ്പം വീട്ടിൽ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് മേടിക്കാൻ തോന്നിയാൽ ഉടനെ ഓടി ചെല്ലുന്ന ഒരു കടയാണ് വെൽവെറ്റ് ടാക്കോ. അവിടുത്തെ ടാക്കോസാണ് എൻ്റെ ഫേവറേറ്റ്. കാരണം മറ്റ് ടാക്കോസിൽ നിന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ഇവർ റൈസ് ആഡ് ചെയ്യും. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഫുൾ റൈസ് ആണ്. അപ്പോൾ റൈസ് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആയതുകൊണ്ടും എനിക്ക് ഈ ടാക്കോ ആണ് ഏറ്റവും ഇഷ്ടം. അപ്പം നമ്മൾ 2 ചിക്കൻ ടാക്കോയും 1 ബീഫ് ടാക്കോയും ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ചിക്കൻ ടാക്കോയിൽ 1 സ്പൈസി ചിക്കൻ ടിക്ക ടാക്കോ, പിന്നെ 1 ബഫലോ ചിക്കൻ ടാക്കോ, പിന്നെ ബീഫിൽ ഓർഡർ ചെയ്തത് സ്ലോ റോസ്റ്റഡ് ആംഗസ് ബ്രിസ്ക്കറ്റ്. അപ്പം ഈ 3 ടാക്കോസ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതിൽ സ്പൈസി ചിക്കൻ ടിക്ക ടാക്കോ ആണ്. കാരണം അതിനൊരു ഇന്ത്യൻ ടേസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ റൈസിൻ്റെ മേലെ ചിക്കൻ ടിക്കയും അതിൻ്റെ മേലെ അതിൻ്റെ ഒരു മസാല എല്ലാം കൂടെ വരുമ്പോൾ ശരിക്കും നമ്മൾ ചോറും കറിയും കൂടെ കഴിക്കുന്ന ഒരു ഫീൽ കിട്ടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ടാക്കോസ് ഉണ്ടാക്കുന്നത് ഈ ടോട്ടിയാസിൽ ഏതെങ്കിലും ഒരു മീറ്റും പിന്നെ വെജീസും സോസും ഒക്കെ ഇട്ട് ഒരു മിക്സ് ഫില്ലിങ് ഒരു റൈസിൻ്റെ മേലെ ഫില്ല് ചെയ്യുന്നതാണ് ടാക്കോസ്. അപ്പോൾ ഈ ടോട്ടിയാസ് എന്ന് പറയുന്നത് ചപ്പാത്തി പോലെ തന്നെ ഏതോ വീറ്റ് ഫ്ലോർ അല്ല കോൺഫ്ലോർ കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ഔട്ടർ ചപ്പാത്തി പോലത്തെ ഒരു ബേസാണ്. ഇതിൽ ഫസ്റ്റ് ഉള്ളതാണ് ആംഗസ് ബ്രിസ്ക്കറ്റ് ടാക്കോ, സെക്കൻഡ് വൺ ആണ് ബഫലോ ചിക്കൻ ടാക്കോ, ലാസ്റ്റ് ആണ് സ്പൈസി ചിക്കൻ ടിക്ക ടാക്കോ.
ടെക്സസിലെ ഈ ഫേമസ് ക്യുസീൻ ഹണ്ട് നമുക്കൊരു ഡെസേർട്ടിൽ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം ലാസ്റ്റായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പെക്കൻ പൈ. പെക്കൻ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് നട്ടാണ്. അപ്പം ആ പെക്കൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ടാണ് ഈ പെക്കൻ പൈ. അപ്പം അതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് ഈ നട്ട്സ്, പെക്കൻ നട്ട്സ്, പിന്നെ ഒരു എഗ്ഗ്, ബട്ടർ, ഷുഗർ, അതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സ്ചറും കൂടെ ആഡ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കുന്നതാണ് പെക്കൻ പൈ. ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ഈ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന പെക്കൻ പൈ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവർ സ്വീറ്റാണ്. അപ്പം ഭയങ്കരമായിട്ട് ഈ സ്വീറ്റ് ഇഷ്ടമുള്ളവർക്കത് ഡെഫിനറ്റ്ലി അത് ഇഷ്ടമാവും. എനിക്ക് അത്രയ്ക്ക് കൊണ്ട് ഓവർ സ്വീറ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിത് ഒരു ഹോം മെയ്ഡ് ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിന് മുന്നേ ആപ്പിൾ പൈ ട്രൈ ചെയ്തിരുന്നു. അതെനിക്ക് ഹോം മെയ്ഡ് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതേപോലെ നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു ഡെസേർട്ടാണ് പെക്കൻ പൈ. അപ്പം അത് ട്രൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ റിസൾട്ട് പറയാം. അത് പല വേരിയേഷൻസിൽ ഇത് ഉണ്ടാക്കാറുണ്ട്. ഈ വൈറ്റ് ഷുഗർ അല്ലെ ബ്രൗൺ ഷുഗർ, അല്ലെങ്കിൽ അല്ലാണ്ട് ഷുഗർ സിറപ്പ്, മേപ്പിൾ സിറപ്പ്, ഹണി, അങ്ങനെ പല വേരിയേഷൻസിൽ നമുക്ക് ഈ പൈ ഉണ്ടാക്കാം. ഈ ഫില്ലിങ്സ് എല്ലാം കൂടെ ഫില്ല് ചെയ്തിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതാണ് പെക്കൻ പൈ. ഇത് മെയിൻലി സദേൺ US ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടുത്തെ ഹോളിഡേ മീൽസിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന ഒരു ഡെസേർട്ടാണ് ഈ പെക്കൻ പൈ. നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ ടെക്സസിലെ ഒതൻറ്റിക് ഫുഡിൻ്റെ ട്രയൽസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാം ഒന്നിനൊന്ന് കിടുവായിരുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ബൈ.